വളരെ രുചികരവും അതുപോലെ തന്നെ ആരോഗ്യകരവുമായിട്ടുള്ള ഒരു പുഡിംഗാണ് ഇന്നിവിടെ തയ്യാറാക്കുന്നത്. ഈ പുഡിംഗ് തയ്യാറാക്കുന്നത് ബീറ്റ്റൂട്ട്, അതുപോലെ തന്നെ ക്യാരറ്റ്, തേങ്ങ ഇവ മൂന്നും കൊണ്ട് വളരെയേറെ സ്വാദായിട്ടുള്ള ഈ ഒരു പുഡിംഗ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കാണാം. ഇതുപോലെ സ്റ്റൗവിന് മുകളിൽ ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1 ഗ്ലാസ് വെള്ളം ആദ്യം നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഈ വെള്ളം ഒന്ന് ചെറുതായി ചൂടായി വന്നു കഴിയുമ്പം ഇതിലേക്ക് ചീകി വെച്ചിരിക്കുന്ന ക്യാരറ്റ്, അത് ഏകദേശം 1 കപ്പ് എടുത്തിട്ടുണ്ട്, അതും കൂടി ഇതിനകത്തേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ക്യാരറ്റിന്റെ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയാണ് ഇത് ചീകി എടുത്തിരിക്കുന്നത്. ഇതൊരു കാരണവശാലും മിക്സിയിൽ വെച്ചൊന്ന് അരച്ചെടുത്ത് ഇതിനകത്ത് ചേർക്കരുത്. ഇതുപോലെ തന്നെ ചീകി വേണം ചേർക്കേണ്ടത്. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബീറ്റ്റൂട്ടാണ്. ബീറ്റ്റൂട്ട് ഈ പറഞ്ഞതുപോലെ തന്നെ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചീകി എടുത്തത് 1 കപ്പ്, അതും കൂടി ഇതിനകത്തേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നു. ബീറ്റ്റൂട്ടും അതുപോലെ ക്യാരറ്റും ഇവ രണ്ടും ചേർത്ത് കൊടുത്ത് നമുക്ക് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കാരണം ആ ഒരു തിളച്ച വെള്ളത്തിനകത്ത് വെച്ച് തന്നെ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഒരു 2 മിനിറ്റ് സമയം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ചീകി എടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തേങ്ങയും ഒരു കാരണവശാലും മിക്സിയിൽ വെച്ച് അരച്ചൊന്നും എടുക്കരുത്. ഇതുപോലെ ചീകി തന്നെ വേണം ഇത് എടുക്കേണ്ടത്. ആ തേങ്ങയോടെ നമുക്ക് ചേർത്ത് കൊടുത്ത് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കാരണം ഈ ഒരു തേങ്ങയുടെ ചീകി എടുത്തതും ക്യാരറ്റും ബീറ്റ്റൂട്ടും ഇവ മൂന്നും ഈ ഒരു വെള്ളത്തിനകത്ത് കിടന്ന് വേണം നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടേണ്ടത്. ഏകദേശം ഒരു 5 മിനിറ്റ് സമയം കൊണ്ട് തന്നെ ഇത് നല്ലതുപോലെ വെന്ത് കിട്ടുന്നതാണ്. കണ്ടില്ലേ, ഇപ്പൊ ഇത് ഏകദേശം നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനകത്തേക്ക് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കുക. തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും 1-ാം പാലാണ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കേണ്ടത്. നല്ല കുറുകിയ തേങ്ങാപ്പാൽ തന്നെ ചേർത്ത് കൊടുക്കുക. തേങ്ങാപ്പാലും ചേർത്ത് വീണ്ടും ഇത് ഇളക്കിയതിന് ശേഷം ഇനി ഇതിനകത്തേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അതനുസരിച്ച് പഞ്ചസാര കൂടുതൽ ചേർക്കുക. അതല്ല കുറവ് മതിയെങ്കിൽ അതനുസരിച്ച് കുറച്ച് ചേർത്ത് കൊടുത്താലും മതി. പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആ പഞ്ചസാരയെല്ലാം ആ ഒരു ജ്യൂസിനകത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആകുന്നത് വരെ നമുക്ക് ഇതൊന്ന് നിർത്താതെ ഒന്ന് ഇളക്കി കൊടുക്കുക. വളരെ ഗുണപരവും നേരത്തെ പറഞ്ഞതുപോലെ ആരോഗ്യപരമായിട്ടുള്ള ഏറ്റവും നല്ലൊരു പുഡിംഗാണിത്. മഴക്കാലത്തൊക്കെ ഇത് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുത്താൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് തയ്യാറാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാല കസ്കസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു 1.5 സ്പൂൺ കസ്കസ് ഇതുപോലെ ഈ ഒരു കപ്പിനകത്ത് ഇട്ട് കൊടുത്ത് അതിനകത്ത് ഫുൾ വെള്ളം ഒഴിച്ച് 2-3 മിനിറ്റ് സമയം കൊണ്ട് തന്നെ ഇത് കുതിർന്ന് നല്ലതുപോലെ വന്നിട്ടുണ്ട്. അങ്ങനെ കുതിർന്ന് കിട്ടിയ കസ്കസ് ഇതിനകത്തേക്ക് ഞാൻ ഇട്ട് കൊടുത്തത്. കസ്കസ് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഇത് നല്ലതുപോലെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. 1-2 മിനിറ്റ് സമയം മാത്രം ഇത് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പൊ ഇതിന്റെ ഒരു കളറൊക്കെ നമുക്ക് നല്ല വ്യത്യാസമായിട്ട് വന്നിട്ടുണ്ട്. ഒരു മഞ്ഞ കളറാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കാരണം നമ്മുടെ ആ ഒരു ബീറ്റ്റൂട്ട് അതിന്റെ ഒരു ജ്യൂസ് കൂടുതലായി ചൂടായി കഴിയുമ്പോൾ ഇതുപോലെ ഒരു കളറിനൊരു വ്യത്യാസം വരും. ആ ഒരു വ്യത്യാസം മാറ്റാൻ വേണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് കളർ ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാനിവിടെ കളർ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുത്തത്. ഏകദേശം ഒരു 1/2 കപ്പ് കോൺഫ്ലവറിന്റെ വെള്ളമാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കാരണം ഒരു 5 സ്പൂൺ കോൺഫ്ലവർ എടുത്ത് അതിനകത്ത് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഇളക്കി നല്ലപോലെ മിക്സ് ചെയ്തതാണ് ഞാൻ ഇതിനകത്തേക്ക് ഇപ്പൊ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു കാരണവശാലും നിങ്ങൾ ഈ ഒരു കോൺഫ്ലവറിന്റെ ആ ഒരു വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇളക്കാതിരിക്കരുത്. പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾ നിർത്താതെ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ടിയായി പോകാൻ സാധ്യതയുണ്ട്. ഇനി ഒരുപക്ഷെ ഒരുപാട് കട്ടിയായി പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് അല്പം തേങ്ങാപ്പാലോ അല്ലെങ്കിൽ അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ലൂസാക്കി എടുക്കുക. എന്നാൽ ഇത് കൂടുതൽ ലൂസായി പോകാനും പാടില്ല. ആ ഒരു കറക്റ്റ് പരുവത്തിലുള്ള രീതിയിൽ വേണം ഇത് കുറുക്കിയെടുക്കേണ്ടത്. ഇപ്പൊ ഏകദേശം നമ്മുടെ ആ ഇത് ഒന്ന് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇത് അധികം നമുക്ക് ചൂടാക്കേണ്ട കാര്യമില്ല. സ്റ്റൗവിൽ നിന്ന് ഒന്ന് മാറ്റി ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിത് ഇഷ്ടമുള്ള ഏതൊരു ഷേപ്പിലുള്ള പാത്രത്തിലേക്കും ഇതൊന്ന് മാറ്റി കൊടുക്കാം. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചതുരത്തിലുള്ള ഒരു പാത്രമാണ്. ആ പാത്രത്തിന്റെ അകത്തേക്ക് ഞാൻ തേങ്ങ ചീകിയതും അതുപോലെ തന്നെ ബീറ്റ്റൂട്ട് ചീകിയതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതിനോട് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. ഇതിപ്പം കാണാൻ ഒരു നല്ല രസമായിരിക്കും ഇതോടൊക്കെ ഇട്ട് കൊടുത്തൊക്കെ ഇതൊന്ന് തയ്യാറാക്കി എടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ തണുക്കാൻ വെച്ചിരിക്കുന്ന ആ ഒരു പുഡിങ്ങിന്റെ അത് ഇതിനകത്തേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു 1.5 മണിക്കൂർ സമയമെങ്കിലും നമുക്ക് ഇത് ഫ്രിഡ്ജിനകത്തേക്ക് ഒന്ന് മാറ്റി വെക്കുക. ഫ്രിഡ്ജിലേക്ക് വെക്കുമ്പോൾ ഫ്രീസറിലൊന്നും വെക്കണ്ട, അതിന്റെ താഴത്തെ ഏതെങ്കിലും തട്ടിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഫ്രീസറിലേക്ക് മാറ്റുന്നതിന് മുന്നായിട്ട് ഇതിന്റെ മുകളിൽ ഞാൻ കുറച്ച് തേങ്ങ ചീകിയതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് ഫ്രിഡ്ജിലേക്കൊന്ന് മാറ്റി കൊടുക്കുക. ഇപ്പൊ ഏകദേശം 1.5 മണിക്കൂറിന് ശേഷം ഞാൻ ഇത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ തേങ്ങ ചീകിയത് അതിന്റെ മുകളിൽ ഇട്ട് കൊടുത്ത കാര്യം. അതുകൊണ്ട് ഇത് കാണാൻ വളരെ സ്റ്റൈലായിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇതൊന്ന് കുടഞ്ഞിട്ട് കൊടുക്കുക. കണ്ടില്ലേ, വളരെ നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു പാത്രത്തിന് പുഡിങ് കണ്ടില്ലേ വീണ് കിട്ടിയിട്ടുണ്ട്. അല്ലാതെ നമുക്ക് ഈ പാത്രത്തിന്റെ ചുറ്റും എണ്ണയോ അല്ലെങ്കിൽ ബട്ടറോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ ഈ ഇങ്ങനെ കുടഞ്ഞ് എടുത്തിരിക്കുന്ന ഈ ഒരു പുഡിങ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്ത്